ലാലേട്ടൻ എന്റെ കയ്യിൽ അമർത്തി ഒരു പിടി പിടിച്ചു. അന്ന് എനിക്ക് കിട്ടിയൊരു എനർജി ഉണ്ട്. എന്റെ ലൈഫിൽ അവസാനം വരെ എനിക്കിനി തീപ്പൊരിയല്ല, ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന ഒരു കാട്ടുതീവായിട്ടാണ്. അത് ഞാൻ കത്തിച്ചിട്ട് ഇവിടുന്ന് ഞാൻ ഇറങ്ങി. നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങളാണ് നടക്കുന്നത്. പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങൾ വീട്ടിൽ നടന്നതോടെ എന്താകും ഇനിയുള്ള 2 മാസങ്ങൾ എന്നാണ് ബിഗ് ബോസ് പ്രേമികൾ ഉറ്റുനോക്കിയത്. വൈൽഡ് കാർഡ് എൻട്രികളായ 6 പേർ എത്തിയെങ്കിലും വിവിധ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളായിരുന്ന പൂജയും സിബിനും വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. തന്റെ മാനസിക നില അത്ര ശരിയല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സിബിൻ ഷോയിൽ നിന്നും മാറി നിൽക്കുന്നത്. തൽക്കാലത്തേക്ക് സീക്രട്ട് റൂമിൽ സിബിൻ ഉണ്ടെന്നാണ് സൂചന. അതേസമയം ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ഷോയിൽ നിന്നും വിട്ടുനിൽക്കുന്ന പൂജ തിരികെ എത്തുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നതും. ഫിസിക്കൽ അസോൾട്ടിനിരയായ സിജോ ഇപ്പോൾ ഷോയിലേക്ക് മടങ്ങിയെത്തി അത്യുഗ്രൻ മാസ് വരവാണ് സിജോ നടത്തുന്നത്. വെൽക്കം ബാക്ക് ബോർഡുകളോടെയാണ് സിജോയെ ഉള്ളിലേക്ക് ആനയിക്കുന്നത്. മാസ് ഡയലോഗുകൾക്ക് വീട്ടിലെ അംഗങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എങ്കിലും വരും ദിവസങ്ങളിൽ കളി എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. ലാലേട്ടൻ എന്റെ കയ്യിൽ ഒന്ന് അമർത്തിപ്പിടിച്ചു. അന്ന് എനിക്ക് കിട്ടിയ ഒരു എനർജിയുണ്ട്. എന്റെ ജീവിതത്തിൽ അവസാനം വരെ കൂടെ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് തീപ്പൊരി ആയിട്ടല്ല, കാട്ടുതീ ആയിട്ടാണ്. അത് ഞാൻ കത്തിച്ചിട്ടേ ഇവിടുന്നിറങ്ങൂ. സിജോ പുറത്തു പോകുമ്പോൾ ഗെയിം പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന നിരാശയും കരുത്തോടെ ഗെയിം പൂർത്തിയാക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊത്ത കരുത്തോടെ സിജോ തിരിച്ചെത്തിയിരിക്കുന്നു. കയ്യിൽ ഒരു ഗിഫ്റ്റും പിടിച്ചെത്തിയ സിജോ നല്ല കിടിലൻ സ്പീച്ചും നടത്തുന്നുണ്ട്. എല്ലാത്തിന്റെയും മനസ്സിൽ ഇവൻ വീണ്ടും വന്നല്ലോ എന്നുള്ള സങ്കടം കൊണ്ടുള്ള കെട്ടിപ്പിടുത്തം. സിജോ നല്ലൊരു പ്ലെയർ ആയിരുന്നു. സിജോയുടെ നല്ല മനസ്സുകൊണ്ട് ഈ ഷോ ഇപ്പോഴും മുന്നോട്ടു പോകുന്നു. സിജോ നിയമപരമായി പോയിരുന്നെങ്കിൽ ഈ ഷോ പൂട്ടേണ്ടി വന്നേനെ. ഇനിയെങ്കിലും ചുമ്മാ ഇടയ്ക്കിടെ പറയാതെ ശരിക്കും പ്രേക്ഷകവിധി പ്രകാരമാക്കണേ. പ്രേക്ഷകവിധി പ്രകാരം ആയിരുന്നെങ്കിൽ എന്നേ പലരും പുറത്തുപോയേനെ. ന്യൂസ് ഡെസ്ക്, കേരളീയം.